തമിഴ്നാട്ടിലെ പഴനി പോലെ നമ്മുടെ കേരളത്തിലും ഉണ്ട് ഒരു കൊച്ചു പഴനി, കേരള പഴനി. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. തൃശ്ശൂരിൽ നിന്നും 12 കിലോമീറ്ററാണ് കേരള പഴനിയിലേക്കുള്ള ദൂരം വരുന്നത്. തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നോ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്നോ വിയ്യൂർ കുമരനെല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് കയറിയാൽ ഇവിടേക്ക് എത്തിച്ചേരാം. ഇനി നമ്മൾ സ്വന്തം വാഹനത്തിലാണെങ്കിൽ ഈ കാണുന്ന വഴിയെ പോയാൽ ടെമ്പിളിന്റെ മുകൾ ഭാഗം വരെ എത്താം. അതല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടെമ്പിളിന്റെ താഴെ ഈ ഒരു ഭാഗത്തും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മൾ നേരെ വന്ന് കയറുന്നത് ഈ കാണുന്ന അടിവാരം ഗണപതി കോവിലിന് മുമ്പിലാണ്. ഇവിടെ നാളികേരമൊക്കെ ഉടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഭക്തർ മുകളിലേക്ക് കയറാറുള്ളത്. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ നേരത്തെ കണ്ട ആ വഴിയിൽ കൂടി പോയാൽ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാതെ എത്താവുന്നതാണ്. താഴ്ഭാഗത്ത് തന്നെ വഴിപാട് കൗണ്ടറുണ്ട്. ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടൊക്കെ ഇവിടെയാണ് ചെയ്യാറ്. കൂടാതെ കാവടിയൊക്കെ വഴിപാടായി എടുക്കുന്നവർ ഇവിടെ നിന്നും എടുത്തു വേണം മുകളിലേക്ക് കയറുവാൻ. ടോട്ടൽ 239 പടികളാണ് മുകളിലേക്കുള്ളത്. ഓരോ പടികൾ കയറുമ്പോഴും ഇവിടെ ഓരോരോ പേരുകൾ എഴുതിയിരിക്കുന്നത് കാണാം. അമ്പലത്തിന് സംഭാവന ചെയ്തവരുടെ പേരുകളാണത്. കൂടാതെ പലയിടത്തായി സീറ്റിംഗ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. കുറച്ചു ദൂരം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായ ഒരു കവാടം കാണാം. കൂടാതെ മുകളിലേക്ക് കയറുമ്പോൾ 2 സൈഡുകളിലായിട്ട് ഹാൻഡ് വാഷിംഗ് ഏരിയയും ടോയ്ലറ്റ് സൗകര്യവും അവൈലബിൾ ആണ്. പടികൾ കയറുന്നതിനിടയിൽ ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്ന കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചയാണിത്. ഇതാണ് തലമുണ്ടനം ചെയ്യുന്ന സ്പേസ്. രാവിലെ 6:30 മുതൽ 9:30 വരെയാണ് തലമുണ്ടനം ചെയ്യുന്നതിനുള്ള ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം തലമുണ്ടനം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഇപ്പോൾ പടികളൊക്കെ കയറി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇതാണ് നമ്മുടെ കേരള പഴനി ടെമ്പിൾ. കയറി വരുമ്പോൾ തന്നെ വലിയൊരു ആൽമരവും അതിനോട് ചേർന്ന് തന്നെയാണ് അമ്പലവും ഉള്ളത്. ഗണപതി, ഗിഡിമ്പൻ സ്വാമി, നാഗങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വേൽമുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. രാവിലെ 5:30 മുതൽ 10:30 വരെയും ഈവനിങ് 5 മണി മുതൽ 8 മണി വരെയുമാണ് ഇവിടുത്തെ പ്രവേശന സമയം. വിശേഷ ദിവസങ്ങളിൽ മാത്രം പ്രവേശന സമയം മാറ്റം വരാം. പഴനിയുടേതുപോലെ ഒരു കുന്നിൻ മുകളിൽ മണലിപ്പുഴയുടെ തീരത്താണ് ഈ ഒരു ക്ഷേത്രം. തമിഴ്നാട് ശൈലിയിലുള്ള അതിമനോഹരമായ ഈ ക്ഷേത്ര ഗോപുരം നിർമ്മിച്ചത് ഏകദേശം 2 വർഷം മുൻപാണ്. തമിഴ്നാട്ടിലെ പഴനിയുടെ പോലെയുള്ള ആചാരങ്ങൾ തന്നെയാണ് ഇവിടെയും നടത്തി വരുന്നത്. ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ശൈലിയും കേരളീയ വാസ്തുവിദ്യയും ചേർന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിൽ വിവിധ ദേവീദേവന്മാരുടെ ശില്പങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. തൈപ്പൂയം, നവരാത്രി, പ്രതിഷ്ഠാ ദിനം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാട് കൗണ്ടറാണിത്. വഴിപാടുകളുടെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ ഇവിടെ കാണാം. ഇവിടെ നിന്ന് തന്നെയാണ് തലമുണ്ടനം ചെയ്യുന്നതിനുള്ള രസീതും വാങ്ങേണ്ടത്. മുണ്ടന വഴിപാടിനോടൊപ്പം വേൽ സമർപ്പണവും അർച്ചന തട്ടും പാലഭിഷേകവും നടത്തേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്താണ് മുകളിലേക്ക് കയറി വരുന്ന വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അമ്പലത്തിന്റെ ഊട്ടുപുരയും ഉള്ളത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഈ കേരള പഴനിയുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു ട്രാവൽ സ്റ്റോറിയുമായി കണ്ടുമുട്ടാം.